കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂടാമണി. ആ താമ്രപാണി കമലപ്രണയ പ്രദോതമാലോലഹാരമണി കുണ്ടല ഹേമസൂത്രം ആവിശ്രമാംബുഗതമംബുദനീലമവ്യാദാദ്യം ധനഞ്ജയ രഥാഭരണം മഹോന. നമുക്ക് ശിശുപാലവധം. സജ്ജനങ്ങളെ, ആരാധ്യരെ, ഗുരുഭൂതരെ, ഇന്ന് നമുക്ക് ശിശുപാലവധം മുതൽ ദ്യൂതക്രീഡ, വീണ്ടും ദ്യൂതക്രീഡ. ഇവർക്ക് എപ്പോഴും കാട്ടിൽ താമസിക്കാനേ കാലമല്ലോ ഈ പാണ്ഡവന്മാർക്ക്. അങ്ങനെയാണോ? നല്ലവർക്ക് എപ്പോഴും പരീക്ഷണമല്ലേ പാവങ്ങൾക്ക്. ഇപ്പം ശിശുപാലനൊന്ന് കൊല്ലും ഭഗവാൻ, നമുക്ക് നോക്കാലോ. ശാർഗവരായുധൻ തൻ്റെ ചരിത്രങ്ങൾ ഗാംഗേയനിങ്ങനെ ചൊന്നോരനന്തരം ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടധമന്നവൻ നാരദൻ തന്നോടു ചോദിച്ചു. എന്തിതിൻ കാരണമെന്നതു കേട്ടാശു ചിന്തിച്ചു. നാരദൻ താനും അരുൾ ചെയ്തു, ചേതീശനായ ശിശുപാലനെ എന്ന് മാധവൻ കൊല്ലുമതിനുള്ള കാരണം കാണായതെന്നു പറഞ്ഞിരിക്കെ തന്നെ കാണായി തേരിൽ മധുവൈരി തന്നെയും അസ്ത്രപ്രയോഗങ്ങൾ തമ്മിലുണ്ടായതു വിസ്തരിച്ചേറെ പറഞ്ഞാലൊടുങ്ങുമോ. രാഘവരാവണന്മാർ പൊരുതും പോലെ മേഘനിറമുള്ള കൃഷ്ണചേതീശന്മാർ അസ്ത്രമെടുത്തു തൊടുത്തു വലിച്ചേച്ചെത്രയും ഘോരമായി വന്നിതു യുദ്ധവും. ധർമ്മജനാദിയും നാരദനാദിയും നിർമ്മലരാകിയ ദേവസമൂഹവും നാരീജനങ്ങളും ഭൂസുരജാലവും വീരരായി മേവുന്ന ഭൂപതിവൃന്ദവും പാരിലുള്ളോരെല്ലാം ആയോധനം കണ്ടു നാരായണ ഹരേ നാരായണ എന്നാർ. വിക്രമശാലിയാം വിഷ്ണു ജഗന്മേൻ ചക്രമെറിഞ്ഞു മുറിച്ചാനവൻ തല. ദേഹവും ഭൂമിയിൽ വീണിതതു നേരം ദേഹിയും മാധവദേഹമകമ്പുക്ക്. ദേവകൾ പൂമഴ തൂകിത്തുടങ്ങിനാർ. ദേവനെ വന്ദിച്ചു മാമുനി ജാലവും യാദവന്മാരും തെളിഞ്ഞു ചമഞ്ഞിതു. മേദിനി പാലകന്മാർ ചിലർ കോപിച്ചാർ. ധർമ്മജൻ ചൊല്ലാലെ ശേഷക്രിയകളും നിർമ്മലനാം അവൻ തൻ്റെ മകൻ ചെയ്താൻ. ശേഷം മഹാക്രതു ചെയ്തു മുടിച്ചിതു ഘോഷിച്ചു ധർമ്മരാജാത്മജൻ നിർമ്മലൻ. ആനന്ദമുൾക്കൊണ്ടു മന്നവൻ അവഭൃതസ്നാനവും ചെയ്തിതു ബന്ധുജനത്തോടും. ഇന്ദ്രൻ സുധർമ്മയിലെന്ന പോലെ ധരണീന്ദ്രനാസ്ഥാനെ വസിക്കുന്നതു നേരം. മായാമയനാമയൻ ധർമ്മനന്ദനായങ്ങൊരു സഭ നിർമ്മിച്ചു നൽകിനാൻ. മായാമയനാം മയൻ പണി ചെയ്തൊരു തോയാകരം നിലമെന്നു നിരൂപിച്ചു. പാരാതെ ചെന്നുടൻ വാളുമായി ചാടിനാൻ വാരിയിൽ പട്ടുമുടുത്തു സുയോധനൻ. ആരും കാണാതെ ചിരിച്ചിതെല്ലാവരും പാരം ചിരിച്ചിതു ഭീമനതു നേരം. നാണവും പൂണ്ട അഭിമാനക്ഷയത്തോടു മാനനവും താട്ടി ആരെയും നോക്കാതെ പോയി സുയോധനനന്നു തുടങ്ങിട്ടു കായം മെലിഞ്ഞു പഞ്ഞും പിടിച്ചിതേ. മന്നവരും പിന്നെ മറ്റുള്ളവർകളും വന്ന വഴിയെ പോയി തങ്ങളിടം ബുക്കാർ. വൃഷ്ണികുലജാതൻ വിശ്വംഭരാവരൻ വിഷ്ണു വേദാന്തവേദ്യൻ വേദവിഗ്രഹൻ വിഷ്ണു പ്രമുഖ വൃന്ദാരക വന്ദിതൻ വിഷ്ണു തനയപ്രിയ വയസ്യൻ ഹരി കൃഷ്ണൻ തിരുവടി ധർമ്മജൻ തന്നോടും കൃഷ്ണയോടും സുഭദ്രാദികൾ തമ്മോടും വിഷ്ണുവിനോടും മറ്റുള്ള ജനത്തോടും ഉഷ്ണേതരാം ശുബിംബാനൻ മാധവൻ
ആസ്തയാ വാത്സല്യം ഉൾക്കൊണ്ടു സാദരം യാത്രയും ചൊല്ലി വേഗത്തോടെഴുന്നള്ളി ഹസ്തിനമ്പുക്കു ധൃതരാഷ്ട്രപുത്രനും അത്തൽ മുഴുത്തു ചമഞ്ഞു ദിനം പ്രതി. ധർമ്മജൻ തന്റെ ധനവും പ്രതാപവും നന്മയും കണ്ടു സഹിയാഞ്ഞതും കാലം താണിതു ബുദ്ധി തളർച്ചയും ഭാരമായി ഊണുമുറക്കവുമില്ലാതെ വന്നിതോ. ചെന്നു ശകുനിയോടെല്ലാം അമാത്യർകൾ ചൊന്നതു കേട്ടവനും വന്നു ചൊല്ലിനാൻ പോക്കുവൻ നിന്നുടെ ദുഃഖങ്ങളൊക്കവേ ഭോഷ്കന്യെ പറഞ്ഞിടു നീ വൈകാതെ. ധർമ്മജന്മാവിൻ പ്രതാപവും അർത്ഥവും നന്മയും കണ്ടു പൊറുത്തിയിലെനിക്കയ്യോ കുറ്റമല്ലേതും അതുണ്ടാമതിന്നു നീ പറ്റുവതല്ല ശോകിപ്പതൊരിക്കലും. ഏതും ഇതുകൊണ്ടു ദുഃഖിക്ക വേണ്ട നീ ചൂതു പൊരുതു ജയിച്ചവൻ തന്നെ നാടും നഗരവും അർത്ഥവും നിന്നുടെ പാടാക്കി വെക്കുന്നതുണ്ടിനി നിർണയം. അച്ഛനെ കൊണ്ടു ചൊല്ലിച്ചു വരുത്തുക നിശ്ചയം നാടു പറിക്കുന്നതുണ്ടു ഞാൻ എന്നു ശകുനി പറഞ്ഞതു കേട്ടപ്പോൾ മന്നവൻ താതനോടാശു ചൊല്ലിയിടിനാൻ. അന്ധനാം ഭൂപൻ മുഹൂർത്തമാത്രമുള്ളിൽ ചിന്തിച്ചു നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. അന്ധകാരങ്ങൾ നിരൂപിച്ചു മാനസേ ചിന്ത മുഴുത്തു മുഴുകി ദിനം പ്രതി സന്താപമുണ്ടായി മെലിഞ്ഞു വശം കെട്ടു സന്തതം ക്ലേശിപ്പതിനെന്ത് കാരണം. ഈ ദുഷ്ടനായ ഇയാളില്ലേ, അയാള് ശിശുപാലൻ ഭഗവാനോട് യുദ്ധത്തിന് വരുന്നു. അപ്പം ഭഗവാൻ വെറുതെ ഇരിക്കുമോ? ഭഗവാനും തേരിൽ കയറി ഇതുവരെ ആരും കാണാത്ത പോലെ എന്നുള്ള മാതിരി രണ്ടുപേരും കത്തിട്ടാണ്, മേഘനിറാന്ന് രണ്ടുപേരും. അങ്ങനെ യുദ്ധം ചെയ്ത് അവസാനം ഭഗവാൻ തൻ്റെ ചക്രം എടുത്ത് ചെന്ന് തലമുറിച്ചു. അപ്പം മൂന്നാമത്തതും ആയി. ഈ ജയവിജയന്മാരിൽ ഒരാളാണ് ശിശുപാലൻ. ദന്തവക്രനാണ് ഈ ജന്മത്തിൽ ജയവിജയന്മാരെ മൂന്നാമത്തെ ജന്മം. അവർക്ക് മോക്ഷം കിട്ടി ഏതായാലും ഓന്. നേരം എല്ലാവർക്കും സന്തോഷമായി. ദേവകൾ പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഓരോരു കൂട്ടപ്പൂവും കൊണ്ട് വന്നിട്ട് ആകാശത്ത് നിൽക്കും. അതിങ്ങനെ ഇട്ടുകൊണ്ട് ഭഗവാന്റെ മേക്ക് തിരുമേക്ക് അങ്ങനെ ആയി. പിന്നെ ബാക്കിയില്ല കുറച്ച് പൂർത്തിയാക്കാനുണ്ടായിരുന്നത് യാഗം പൂർത്തിയാക്കി. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ദുര്യോധനില്ലേ ബുദ്ധി എന്ത് ചെയ്തു, പിന്നെ വാളും കൈയും പിടിച്ചൊരു നടന്നതേ വെള്ളത്തിലേക്ക്. അപ്പം വെള്ളമില്ലടത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നില്ല, ഇല്ലാത്തടത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് മായ. അങ്ങനെ ആയിട്ടതിൽ വീഴുമ്പം എല്ലാവരും ചിരിച്ചു, വായ്പൊത്തി ചിരിച്ചു. ഭീമൻ നല്ലോണം ചിരിച്ചു. അപ്പം ഭഗവാൻ പാഞ്ചാലിയോട് ഒന്ന് ചിരിച്ചോളൂന്ന്. പാഞ്ചാലിയും ചിരിച്ചു. അതാണ് മഹാഭാരത യുദ്ധത്തിന് വിതച്ച വിത്ത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ടുള്ളത്. അങ്ങനെ അതിന് പനി വന്നു, വലിയ അസൂയമൂത്ത പനി, വേറെ പനിയൊന്നുമല്ല. അന്നേരം എന്തേന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, പിന്നെ എനക്കും അവൻ്റെ ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല, എനിക്ക് പനി വന്നു, അമ്മാവനെ വെടുത്ത് പറഞ്ഞു. അമ്മാവൻ നന്ദമോനെ പറഞ്ഞു, എനിക്ക് ആ ധർമ്മപുത്രരെ നന്മയും ധനവും എല്ലാം കണ്ടിട്ട് സഹിക്കുന്നില്ല അമ്മ. ഓ അത് സാധാരണ ഉണ്ടാവുന്നത് തന്നെ മോനെ, നീയൊന്നും വിഷമിക്കണ്ട. ആദ്യം അവനെ വിളിക്ക് ചോദിനി, ഞാൻ അവൻ്റെ നാടും എല്ലാം നിനക്ക് പിടിച്ചെടുത്ത് തരാമെന്നും പറഞ്ഞു. അപ്പം അച്ഛനോട് പോയിട്ട് പറയുന്നു, ബന്ധമില്ലേതും ഇതിന്നിതു ചൊല്ലിയ ബന്ധുക്കളേതും നിനക്കു നന്നല്ല കേൾ. അന്തം വരുമതു മൂലമന്നേരത്തു പിന്തുണയാരും നിനക്കില്ലറിക നീ. മന്ത്രികൾ ഇഷ്ടം പറയും ചിലരവരന്തരമില്ല കൊല്ലിക്കുമതോർക്കണം. കുന്തി സുതന്മാർ നിനക്കിതിനാൽ പരിപന്ധികളായി വരും. പാണ്ഡവന്മാരുടെ ബന്ധുവാകുന്നതാരെന്നതോർത്തിയിടണമെന്തക വംശാധിപൻ നരകാന്തകൻ. എന്നോടിതെല്ലാം പറയായിക പാതിയും മുന്നേ വണ്ണം തന്നെ വാഴുക നീ എന്നും. അംബികാപുത്രൻ പറഞ്ഞതു കേട്ടപ്പോൾ തൻ മനക്കാമ്പിൽ വെറുത്തു സുയോധനൻ. തീർത്ഥമാടിയിടുവാൻ പോകുന്നതുണ്ടു ഞാൻ, പേർത്തിവിടേക്കു വരുന്നതുമില്ലിനി.
താതൻ അനുജനിലുള്ളൊരു വാത്സല്യം ചേതസി ധർമാത്മജനിലുമുണ്ടല്ലോ. താതനുദക പിണ്ടാദികൾ നൽകുവാൻ പ്രീതിയും പാണ്ഡുസുതൻകലേ നിർണയം നൂനമെന്നാൽ തവ കർമ്മമിതിനില്ല. ഞാനിനി ദേശാന്തരം ഗമിച്ചിടുവൻ. മന്നവനെന്നത് കേട്ടു വിതുരച്ചെന്നു വരുത്തുകെന്നാൻ അവനും വന്ന് ഗൂഢമായി ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടി നിരൂപിച്ചു കൽപ്പിച്ച കാര്യം ഉള്ളവണ്ണം ധരിച്ചോരു വിതുരരും ചൊല്ലിനാനെന്നു ധൃതരാഷ്ട്രരെ നോക്കി. നല്ലതിനല്ല തുടങ്ങുന്നു നിന്മകൻ, നല്ലതല്ലേതുമേ മേലിലതു മൂലം. ഇല്ലാതെ ഇവരും എല്ലാവരും കൂടി വല്ലായ്മ ശിക്ഷിച്ചടക്കുക നീ തന്നെ. ഏവം വിതുരർ പറഞ്ഞതു കേൾപ്പതിനാവതല്ലാതെ ചമഞ്ഞു ധൃതരാഷ്ട്രർ. പുത്രവാത്സല്യം നിമിത്തമായി മാധവൻ ഭക്തപ്രിയൻ മഹാമായ ഗുണവശാൽ ഭൂഭാരനാശനത്തിനു പിറന്നൊരു ഗോപതി വൈഭവമാർക്കു തടുക്കാവൂ. എൻ്റെ അച്ഛൻ പറഞ്ഞു, എന്തോ ഇപ്രാവശ്യം കുറച്ച് നല്ലതായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു ധൃതരാഷ്ട്രർ. ഇതെല്ലാം പറഞ്ഞു തന്ന ബന്ധുക്കളൊന്നും നിൻ്റെ ബന്ധുക്കളല്ല, നിന്നെ ഉന്മൂലനാശം ചെയ്യാനാണ് അവർ ഈ കണി പറഞ്ഞു തരുന്നത്. ഇവന് കുന്തിസു അവർ നിൻ്റെ അനിയ സഹോദരന്മാരെന്നല്ലേ, നിൻ്റെ ഇളയച്ഛൻ്റെ മക്കളല്ലേ, പിന്നെ അവരെ ബന്ധുവാരി ഭഗവാനാണ്. അതെല്ലാം ആലോചിച്ചിട്ട് കളിക്കണം, പിന്നെ വേണ്ടാതൊന്നും മനസ്സിൽ വിചാരിക്കല്ല അറിഞ്ഞത്. അച്ഛന് അച്ഛൻ്റെ അനിയനോടുണ്ടായ സ്നേഹമെല്ലാം അനിയൻ്റെ മക്കളോടും ഉണ്ടല്ലോ. ഞാനവിടെ അങ്ങ് പോയിക്കോളാം, ഞാൻ എനിക്ക് ഇങ്ങോട്ട് ഇനി വരുന്നുമില്ല എന്നെല്ലാം കൂടി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അച്ഛന് ജീവനാണ്, ജീവൻ. എന്തെന്ന് ജനിച്ചതിന് ശേഷം ഈ 101 മക്കൾ ഈ അച്ഛനോ അമ്മയോ കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. അതിൻ്റെ എല്ലാ ഭവിഷ്യത്വമാണ് ഇവർ അനുഭവിക്കുന്നത്. സ്വഭാവത്തിൻ്റെ മൂർത്തികളായത് അങ്ങനെ. ശാസിക്കാൻ അച്ഛനും അമ്മയും ഉണ്ടായിട്ടില്ലല്ലോ, ഉണ്ടെങ്കിലും ഇവരെ ദുർനടപടിയൊന്നും അവർ കാണുന്നില്ലല്ലോ. എന്നിട്ടാകുമ്പോൾ ആയിക്കോട്ട് പറഞ്ഞു. പ്രാർത്ഥനച്ചെന്നു വരുത്തുക എങ്കിലും മൂർത്തിയിടാമെന്നത് കേട്ടു വിതുരരും കാണ്ഡവപ്രസ്ഥമകം ബുക്കതു നേരം പാണ്ഡവന്മാരും എതിരേറ്റു പൂജിച്ചാർ. അംബികാപുത്രന് സൗഖ്യമല്ലീ പുനരംബുധീപത്നി സുതനെന്തരുൾ ചെയ്തു. എന്തൊരു വാർത്ത പുതുതായിട്ടുള്ളതും എന്തൊരു കാര്യം നിരൂപിച്ചു വന്നതും. ധർമ്മജൻ ഇങ്ങനെ ചോദിച്ചു നേരത്തു നിർമ്മലനായ വിതുരരുര ചെയ്തു. എല്ലാം വിധിബലമല്ലോ യുധിഷ്ഠിര, വല്ലാതെ ചൂതു പൊരേണം പോലെ എന്നിട്ട് നിന്നെ വരുത്തുകെന്നെ അയച്ചിതു മന്നവനായ ധൃതരാഷ്ട്രതാൻ തന്നെ. നല്ലതുമാകാത്തതും നിരൂപിച്ചിട്ടു നല്ലതു ചെയ്യുന്നേ ചൊല്ലാവിതെന്നാലേ. സന്മതി നിർമ്മലൻ ധർമ്മജൻ ചൊല്ലിനാൻ സമ്മതമോടു വിതുരരോടന്നേരം. താതൻ വിളിച്ചവിടത്തിനു ചെല്ലുവാനേതുമേ സംശയിച്ചിടുന്നതില്ല ഞാൻ. ചൂതിനുള്ളൊരു ദോഷങ്ങൾ ചൊല്ലിയിടിനാൽ ചൂതു പൊരാതെ കഴിക്കിലോ നന്നല്ലോ. പിന്നെ സുയോധനാഭിഷ്ടങ്ങളായവ തന്നെ പണയം കൊടുത്തവനായി വന്നാൽ നിങ്ങൾ തടസ്സന്മാരായുള്ളവർ ചിലർ മംഗലവാക്യങ്ങൾ കൊണ്ടഴിച്ചിടുവിൻ. എന്നാലും ആവതില്ലെങ്കിൽ മൂന്നാമതു പിന്നെയും ചൂതു പൊരുതു തോറ്റിയിടുവൻ. എന്നാൽ ജയമത്തനായ സുയോധനൻ തന്നെ സഭാപാലകന്മാരെ നിന്ദിച്ചു ദുർഭാഷണാദി ദുഷ്കർമ്മങ്ങൾ ചെയ്തിടുമപ്പോൾ സഭാതിക്രമം കണ്ടു സഭ്യന്മാർ കർണവും കണ്ണുമടച്ചു നടകൊള്ളും. പിന്നെ ഏതാനും ഒന്നുണ്ടു വരൂ ബലാൽ. വിളിച്ചോണ്ടാന്ന് പറഞ്ഞേച്ചു വിതുരര് ഇവർക്കൊരു സഹായമില്ല ഒരാളാണ്, ചെറിയച്ഛനാണ് വിതുരര്. അപ്പോൾ വിതുരര് പോയിട്ട് പറഞ്ഞു ഇങ്ങനെയെല്ലാം വിളിക്കുന്നുണ്ട്, പിന്നെ യുധിഷ്ഠിര ചൂത് പൊരുതാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നു. എനിക്കിതൊരു നല്ലതും തോന്നിയിട്ടില്ല, അത് ഏതാ നല്ലത് ഏതാന്ന് മോശമെന്ന് തീരുമാനിച്ചിട്ട് ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞു. അപ്പം ഇയാൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞെന്നാ പറയേണ്ടത്, ഇമാതിരി ഒരു പാവത്താനും ഇമാതിരി ഒരു ശുദ്ധഗതിക്കാരനും ഉണ്ടാവില്ല. ഞാൻ പറയുന്ന അച്ഛൻ വിളിച്ചെടുത്ത് വലിയച്ഛൻ വിളിച്ചെടുത്ത് പോകണ്ടേ, ഞാൻ പോകുന്നു. ചൂതിൻ്റെ ദോഷങ്ങൾ പറഞ്ഞാൽ ചിലപ്പം അത് വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ ആയില്ലേ. അല്ലെങ്കിൽ പിന്നെ സുയോധനം പറയുന്നത് തന്നെ പണയം കൊടുത്താൽ പിന്നെ നല്ല വാക്ക് പറഞ്ഞ് നിങ്ങൾ
രക്ഷപ്പെടുത്തണം ഞങ്ങളാന്ന് പറഞ്ഞു. അതും ആയിട്ടില്ലെങ്കിൽ തോറ്റോളാം. എന്നാൽ പിന്നെ ജയിച്ച ദുര്യോധന എല്ലാവരും പിന്നെ പറയില്ലേ അതെങ്കിലും മതി എന്നുള്ളതെന്ന് പറയുന്നു. മൂന്നിലും ഒന്നു സാധിക്കാമതെന്നിയേ മൂന്നും വരായിലുമില്ലൊരു സങ്കടം തങ്ങളിൽ യുദ്ധം വിശേഷങ്ങളും പറഞ്ഞങ്ങനെ രാത്രി കഴിഞ്ഞോരനന്തരം നേരത്തെഴുന്നേറ്റു നിത്യകർമ്മം ചെയ്തു കൂടുതൽക്കാലന്മാരാകിയ പാണ്ഡവർ തേരിൽ കരേറി വിതുരരുമായി ചെന്നു പാരാതെ ഹസ്തിനമായ പുരിപുക്കാർ. അംബികാപുത്രനെ വന്ദിച്ചു പാണ്ഡവരമ്പയാം ഗാന്ധാരി തന്നെയും വന്ദിച്ചാർ. അമ്പുരാശി പ്രിയപുത്രനെയും തൊഴുതൻപിനോടാചാര്യന്മാരെയും വന്ദിച്ചാർ. അശ്വത്ഥാമാതി ബന്ധുക്കളെയും കണ്ടു വിശ്രമിച്ചിടിനാൻ പാണ്ഡുസുതന്മാരും. ഇഷ്ടരായുള്ള ജനത്തോടും ഒന്നിച്ചു മൃഷ്ടമായി ഊണും കഴിഞ്ഞുറങ്ങിയിടിനാർ. പിറ്റേനാൾ നേരത്തു നിത്യകർമ്മം കഴിച്ചുറ്റവരോട് മരജൻ സഭബുക്ക് ചൂതുപൊരുവാൻ വിളിച്ചിതെന്നു പിതാവാദരപൂർവം പറഞ്ഞോരനന്തരം. ചൂതിനാപത്തൊഴിഞ്ഞില്ലെന്നു ധർമ്മജൻ മോദാൽ അനേകമിതിഹാസവും ചൊന്നാൻ. താതനിയോഗമനുഷ്ഠിപ്പതിന്നു ഞാനേതും മടിക്കുന്നതില്ലെന്നു ധർമ്മജൻ വ്യാകുലമാനസനായിരിക്കും നേരം നാഗധ്വജനും മുതിർന്നിരുന്നിടിനാൻ. അക്ഷവും ചൂതുമെടുത്തു കൊണ്ടുവന്നു വെക്കണമെന്നു മുതിർന്നു ശകുനിയും കൽപ്പിച്ചതെല്ലാം വരുമെന്നു ചിന്തിച്ചു ധർമ്മജൻ താനുമിരുന്നു സഭാന്തരേ. അപ്പം പറഞ്ഞു പിന്നെ ഇത് മൂന്നും നടന്നിട്ടില്ലെങ്കിലും നിങ്ങളെപ്പോലെല്ലാം ഇല്ലവര് പിന്നെ കണ്ണും ചെവിയെല്ലാം അടച്ചിട്ട് പോവില്ലേ, ഇവൻ്റെ കളി കാണാനും കേൾക്കാനും കയ്യിലാറിഞ്ഞിട്ട്. അങ്ങനെ ആയാലും പിന്നെ ഇതൊന്നും നടന്നിട്ടെങ്കിലും പിന്നെ തർക്കമിടില്ല, ഞാൻ ഏതായാലും അച്ഛൻ വിളിച്ചെടുത്ത് പോകുന്നു എന്ന് പറഞ്ഞ് രാവിലെ പോയി അന്നാടെ നിന്നു. രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ ആകുമ്പോൾ പറഞ്ഞു ചൂത് കളിക്കണമെന്ന് പറഞ്ഞു. പാവം ചൂതിന് ആപത്തല്ലേ ഇല്ലൂ വല്യച്ഛ, ചൂത് വേണ്ട അങ്ങനെ ഇങ്ങനെ. അയ്യോ ഒന്നും പറഞ്ഞത് കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു ഏതായാലും എനിക്ക് വരാനുള്ളത് വരും തന്നെ ചെയ്യുന്നു പറഞ്ഞിട്ട് കളിക്കാനിരുന്നു. അപ്പോൾ എന്നെ ആദ്യം തന്നെ പറയുന്നത് കള്ളച്ചൂതേതും പൊരല്ല നീ എന്നതും ഉള്ളം തെളിഞ്ഞരു ചെയ്തു യുധിഷ്ഠിരൻ. അയ്യോ ചതിയുണ്ടോ ചൂതിങ്കൽ കാട്ടാവൂ മെയ്യോട് പണ്ടും പൊരുമിതു മന്നവർ. ദൈവമത്രേ ഇതിനാധാരമാകുന്നത് വ്യാജമായൊന്ന് ചൂതെന്നറിഞ്ഞാലും ഗാന്ധാരവീരൻ പൊരുന്നൊരു ചൂതിനു ഞാൻ തന്നെ വെക്കാം പണയം പൊരുതാലും എന്നു സുയോധനനും പറഞ്ഞിടിനാൻ. മന്നവൻ ചൂതുപൊരുതു തുടങ്ങിനാൻ. ബാൽഹികദത്തരഥ കുണ്ടലാദികൾ സോല്ലാസമാധിയായി വെച്ചു പണയമായി. വച്ചതു തോറ്റതു പാണ്ഡവർ വെച്ചു പണയം ധനധാന്യരാജ്യവും. വെച്ചതുവെന്നു ശകുനിയും വെച്ചു പണയവും. ധർമ്മജനെപ്പേരും വഞ്ചനം ചൊല്ലുവന്നെഞ്ചകമഞ്ചുന്നു കിഞ്ചന സംശയം കൂടാതെ ധർമ്മജൻ. നെഞ്ചകമായുള്ള അനുജന്മാർ തമ്മയും കൊഞ്ചും മൊഴിയാളാം പാഞ്ചാലി തന്നെയും വെച്ചു പണയം ചിരിച്ചിതു വൈരികളയോ. ശിവശിവ കഷ്ടമെന്നാർ ചിലർ. സജ്ജനമേറ്റം വെറുത്തു ശകുനിയെ സജ്വരം അപ്പോൾ വിതുരരുര ചെയ്തു. അംബികാനന്ദന കേൾക്ക ഞാൻ ചൊൽവതു നിൻ മകനങ്ങു പിറന്ന നേരം തുലോം ദുർനിമിത്തങ്ങളുണ്ടായതറിഞ്ഞീലേ. മന്നവർ വംശമശേഷം മുടിവാനായി കള്ളച്ചൂതിട്ട് ശകുനി ചതിക്കയാലുള്ളം തെളിവുള്ള ധർമ്മജന്മാവിനോടുള്ള പൊരുളടയെ കൊണ്ടുകൊണ്ടാൻ പോലുള്ളതല്ലേതുമതെന്നറിഞ്ഞീടു നീ. ആകാശയോധനൻ പോക ഇവിടുന്ന് ചാകാതിരിക്കണം മറ്റുള്ളവരെങ്കിൽ. വാഴ്ക യുധിഷ്ഠിരൻ വൈകാതെ ഭൂതലം ഭാഗം പറഞ്ഞാൽ ഫലമില്ല മന്നവ എന്ന് വിതുരർ പറഞ്ഞത് കേട്ടപ്പോൾ മന്നവനായ സുയോധനൻ ചൊല്ലിനാൻ. കർണ നീ കേട്ടിയിലേ നല്ല വിതുരർ വാക്കെന്നെ ദുഷിച്ചേ പറയൂ. ഇവൻ പണ്ടും ദുശ്ചേഷ്ടയായൊരു ദാസീസുതൻ തനിക്കെച്ചിൽ കൊടുത്തു വളർത്തതിൻ്റെ ഫലം ആകാ ഞാനെങ്കിൽ ഇവിടുന്നു താൻ പോയി വാഴ്ക തനിക്ക് തെളിഞ്ഞിടത്തെങ്ങാനും.
നിൽക്കതെല്ലാം വെളിച്ചത്തിടുന്നീല ഞാൻ. ധിക്കരിച്ചാൽ പിഴച്ചിടും എല്ലാവരും. പാർക്കുന്നതെന്തിനി ചില കാര്യങ്ങൾ ഭോഷ്കായി വരുമോ യുധിഷ്ഠിരൻ ചൊല്ലിയാൽ. അപ്പോൾ അയാളോട് പറയും ചെയ്തു, പിന്നെ കള്ളച്ചൂത് കളിക്കലാട്ടോ. അയ്യോ, കള്ളച്ചൂതുണ്ടാ കളിക്കല്? അങ്ങനെയൊന്നും കളിക്കൂല എന്നെല്ലാം കൂടി പറഞ്ഞിട്ട് ഈശ്വരൻ അറിഞ്ഞോട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കളിക്കാനിരുന്നു. പിന്നെ ധനവും ധാന്യം രാജ്യം പണയം വെച്ചു, ധനവും ധാന്യം എല്ലാം പണയം വെച്ചു. എല്ലാം വെച്ചത് എല്ലാം ഇയാളെടുത്തു. പിന്നെ അനിയന്മാരെയും പണയം വെച്ചു, പാഞ്ചാലിനെയും പണയം വെച്ചു. എല്ലാവരെയും സ്വയം പണയപ്പെടുത്തു. എല്ലാം പോയി. അന്നേരം പിന്നെ വിതുരർ പോയിട്ട് ആ കുരുടനോട് പറയുന്നു, ധൃതരാഷ്ട്രരോട് എല്ലാം കണ്ടു അവിടെ ഇങ്ങനെ ആ സംഭവം നടക്കുന്നു. ആ പാണ്ഡവന്മാരതാ കള്ളച്ചൂത് കളിച്ചിട്ട് എൻ്റെ അളിയൻ തോൽപ്പിച്ചു. പിന്നെ വേഗം പിന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഇങ്ങോട്ട് എല്ലാം വരുന്ന ഭവിഷ്യത്ത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മോനുണ്ടായാൽ തന്നെ ഇത് ലോകം നശിക്കാൻ വേണ്ടിയിട്ടില്ല യുദ്ധനാണെന്ന് പറഞ്ഞിട്ടേ ഇനിയും പറഞ്ഞേക്ക്. ഓന ഇടുന്ന് പോയാൽ നാട് നന്നാവും എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇത് ഇവൻ പണ്ടേ ഇവന് എന്നെ കണ്ടുകൂടാ, ഞാൻ വേണ്ടെങ്കിൽ നീ പോയിട്ട് എവിടെയെങ്കിലും പോ. പിന്നെ ഒരു ദാസീരെ മോന് എച്ചിൽ കൊടുത്തിട്ട് വളർത്തിരി ഇപ്പോൾ അവനോട് വലിയ ആളാവുന്നു. അങ്ങനെയല്ലാന്ന് പറയുന്നു. എന്നാലും പറഞ്ഞിട്ട് എന്തോലോ ദേഷ്യപ്പെടുന്നു. ആ സ്ഥലത്തുണ്ട്. ഇനി ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപമാണ്. ഈശ്വരാ, അതെല്ലാം എങ്ങനെയാണ് സഹിക്കാൻ? നല്ല മനസ്സിലൊരു സഹിക്കാൻ കഴിയുമോ അത് സജ്ജനങ്ങൾക്ക്? പാഞ്ചാലി തന്നെ വിളിക്ക ഇനി ഏതും ചാഞ്ചല്യം വേണ്ട ഇതെന്നു സുയോധനൻ കൃഷ്ണേ വരിക നീ മുറ്റമടിപ്പാനെന്നുഷ്ണിച്ചു നിന്നൊരു ദുശാസനൻ ചൊന്നാൻ. ദുശാസനൻ ചെന്നു ലജ്ജയും കൈവിട്ടു. ദുശാസനം ചെയ്ത നേരത്ത് കൃഷ്ണയും പോരുവാനുണ്ട് വിഷമമെനിക്കെന്ന് വാരിജലോചന താനു മുര ചെയ്താൾ. തന്വീരജസ്വലയായിരിക്കെ തന്നെ ചെന്നു തലമുടി ചുറ്റിപ്പിടിപെട്ടു സജ്ജനമെല്ലാരും നോക്കിയിരിക്കവേ ദുർജനാഗ്രേസരൻ ദുശാസനൻ ഖലൻ. കച്ചേൽ മുലയാളെ വീഴ്ത്തി സഭാന്തരെ സ്വച്ഛമായേറ്റം മൃദുതരമാകിയ വസ്ത്രം ഒരു തല ചുറ്റിപ്പിടിപെട്ടു നിസ്തേജനെ തുമ്മടിയാതഴിച്ചപ്പോൾ നാരീമണിയും മുറ തുടങ്ങിയതിനാൽ നാരായണ ഹരേ രാമ ദയാപര വിഷ്ണു ജഗൽപദേ വൃഷ്ണികുലോത്ഭവ കൃഷ്ണ യദുപദേ പാഹി നമോസ്തുതേ. ശ്രീവാസുദേവ ധരണീധര ചക്രപാണി വാരാഹ നരസിംഹരാഘവ പത്മനാഭ കൃഷ്ണരാമ മുരഹര പത്മാവലോകന പത്മാലയാപദേ. ദേവദേവ നമോ ദേവേശ കേശവ ദേവാധിനാഥ ഹരേ തേ നമോ നമ. തം പ്രലാപം കലർന്നൊരു നേരത്തു വസ്ത്രം അഴിച്ചോളമുണ്ടങ്ങ് പിന്നെയും ഏറിയോരാടയവനഴിച്ചിട്ടിട്ടും കൂറ അരയുന്നു വേറായതില്ലേതും. കൂറരവിന്ദാക്ഷനുണ്ടായാലുള്ളൊരു കാര്യമിങ്ങനെ വന്നു ന്യായമെടോ. നിർജ്ജരനായകൻ നന്ദനനാകിയോരർജുന ഭീമാദികൾ കണ്ടു നിൽക്കവേ പിച്ചയവരുടെ ധൈര്യം നിരൂപിക്കൽ അച്യുതൻ തന്നെ മായാബലവശാൽ. ആർക്കഭിമാനക്ഷയവും ആപത്തും ഇങ്ങോർക്കിൽ മനുഷ്യരായാൽ വരാതെയുള്ളൂ. കാഞ്ചികൾ കൊണ്ടു മുറുക്കി കിടന്നൊരു പാഞ്ചാലി തന്നെ പൂഞ്ചേലയന്നേരം മറ്റൊരു ദുഷ്ടൻ പിടിച്ചഴിക്കുന്നതു കുറ്റമൊഴിഞ്ഞവർ കണ്ടു നിന്നിടിനാർ. സത്യത്തെ ലംഘിക്കരുതെന്നു ചിന്തിച്ചു സത്യപരായണന്മാരടങ്ങി ദൃഢം. ധാർത്തരാഷ്ട്രന്മാരെ നിങ്ങളിൽ ആരാനും പാർത്ഥിവനന്ദനയാകിയ പാഞ്ചാലിയെ വല്ലഭയാക്കി ഭരിച്ചുകൊള്ളുകെന്നതു ചൊല്ലിനാൻ കർണൻ അസൂയ മുഴുക്കയാൽ. കാത്തുകൊള്ളുകെന്നെ ധൃതരാഷ്ട്രമന്നവാ കാത്തുകൊള്ളുകെന്നെ നീ ഗാന്ധാരി മാതാവേ. കാത്തുകൊണ്ടിടുവിൻ ഭീഷ്മരും ദ്രോണരും കാത്തുകൊള്ളുവിൻ സഭാപാലന്മാരെ നിങ്ങൾ. ധർമ്മരാജാവേ ജഗൽ പ്രാണമാരുത ധർമ്മപ്രധാനനായുള്ള ദേവാധിപ അശ്വിനി ദേവകളെ വന്നു നിങ്ങളും ദുശാസനകൃത ദുഃഖമകറ്റുവിൻ.
അയ്യോ യുധിഷ്ഠിര ഭീമാ ധനഞ്ജയ, കൈവെടിഞ്ഞു നിങ്ങൾ മാദ്രീസുതന്മാരെ. ആർത്തയാ ഇങ്ങനെ പേർത്തു മുറയിട്ടു പാർത്ഥിവനന്ദന, ശാപമിട്ടിയിടിനാൾ ധാർത്തരാഷ്ട്രന്മാരെ നിങ്ങൾ ശതത്തെയും പോർത്തലത്തിങ്കെന്നു കൊല്ലുക മാരുതി. പോരായ്മ ചേർപ്പതിനാളായ കർണനെ പോരിൽ എതിർത്തു ധനഞ്ജയൻ കൊല്ലുക. വീറു കൊടുത്ത ശകുനിയെയും പോരിൽ വീരനായൊരു സഹദേവൻ കൊല്ലുക. സഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് കരഞ്ഞു. ഭഗവാനെ വിളിച്ച് കരഞ്ഞതുകൊണ്ട് സാരി അയ്യുന്നില്ല. ഓനാകെ തളർന്നു. എന്നിട്ട് ഓൻ ഗോഷ്ഠിത്തരെല്ലാം കളിക്കുന്നതായിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് കരഞ്ഞു പാഞ്ചാലി. എന്നിട്ടും രക്ഷയില്ലാണ്ട് ശപിച്ചു, ശാപം കൊടുത്തു എന്ന് പറഞ്ഞു. ഞങ്ങളെ 100 എണ്ണത്തിനെയും പിന്നെ എൻ്റെ ഭീമസേനം കൊല്ലും, പിന്നെ ആ കർണനാ അർജുനൻ കൊല്ലും, ശകുനീന സഹദേവൻ കൊല്ലും. ശാപവുമിട്ടവൾ കേഴുന്ന നേരത്തു കോപേന ഭീഷ്മരും ദ്രോണർ വിതുരരും ചെന്നു ധൃതരാഷ്ട്രരോട് പറഞ്ഞിതു നന്നല്ല, മക്കൾ മുടിഞ്ഞു പോവും ഇപ്പോഴേ. തെൻചൊല്ലാളാകിയ പാഞ്ചാലി തന്നെ പൂഞ്ചായലും നല്ല പൂഞ്ചേലയും ഒരു ചാഞ്ചല്യമെന്നിയെ തൊട്ടവൻ തന്നെ നീ താൻ ചെന്നു ശിക്ഷിക്ക എന്നതു കേട്ടപ്പോൾ പാഞ്ചാലിയോട് പറഞ്ഞു ധൃതരാഷ്ട്രർ, വാഞ്ചിതമായതു ഞാൻ തരുവൻ വരം ചൊല്ലുക. വേണുന്നതെന്നതു കേട്ടവൾ ചൊല്ലിനാൾ തൊണ്ട വിറച്ചുകൊണ്ടാകുലാൽ, ഭർത്താക്കന്മാരുടെ ദാസവും എന്നുടെ ഭൃത്യപ്രവൃത്തിയുമില്ലാതെയാക്കണം. അല്ലൽ കളഞ്ഞാലും ഇന്നു തൊട്ടെങ്കിലതില്ലെന്നു ചൊല്ലി ധൃതരാഷ്ട്ര താൻ തന്നെ വന്ദിച്ചു പാഞ്ചാലി പാണ്ഡവന്മാരുമായി ഇന്ദ്രപ്രസ്ഥത്തിനു പോവാൻ തുടങ്ങുമ്പോൾ മന്നവൻ ദുര്യോധനനും ശകുനിയും കർണനും കൂടി നിരൂപിച്ചു കൽപ്പിച്ചാറിന്നും ഒരു നാളവർ വലുതായി വരുമെന്നാൽ നമുക്ക് ജയിപ്പാൻ പണിയത്രേ. ഇന്നും ഒരിക്കൽ വിളിച്ചു പൊരുതെങ്കിലെന്നതരുൾ അനുവദിച്ചു ധൃതരാഷ്ട്രരും. വന്നു പോകിന്നുമൊരിക്കൽ പൊരുകെന്നാൽ വന്നു പോകേണം കുലനാശമെൻ മതം. ഇന്നിപ്പണയമാകുന്നതു തോറ്റവരിന്നു തന്നെ വനവാസം തുടങ്ങണം. 12 സംവത്സരം മുഴുവൻ ഗതസാദം തപസാവനത്തിൽ വസിക്കണം. അജ്ഞാതവാസവും ഓരാണ്ടു ചെയ്യണം. വിജ്ഞാനികളുള്ള നാട്ടിലിരുന്നിട്ട് മധ്യേ അറിഞ്ഞുപോയിടുകിൽ പിന്നെയും അബ്ദം 13 ഇങ്ങനെ വാഴണം എന്നു പറഞ്ഞു നിരത്തിപ്പൊരുതിതു മന്നവൻ ധർമ്മജൻ പിന്നെയും തോറ്റുപോൽ. കുന്തിസുതന്മാർ ധൃതരാഷ്ട്ര തന്നെയും കുന്തിയെയും മുതാ ഗാന്ധാരി തന്നെയും ദ്രോണരെയും കൃപാചാര്യനെയും തഥാ താണു തൊഴുതു ഭീഷ്മരെയും നന്നായി വീണു നമസ്കരിച്ചാർ. മുനിമാരെയും കേണു തുടങ്ങിനാർ പൗരജനങ്ങളും. അശ്വത്ഥാമാവാദിയായുള്ളവരോട് വിശ്വാസം ഉൾക്കൊണ്ടു യാത്രയും ചൊല്ലിനാർ വിശ്വസിച്ചിടുവിൻ ദൈവത്തെ എന്നതു വിശ്വസ്തനായ വിതുരരുര ചെയ്താൻ. പാരുച്ച കാരുണ്യമുണ്ടായിരിക്കണം നേരത്തു ഞങ്ങൾ വരുന്നതുമുണ്ടല്ലോ കർമ്മവശാൽ, വരുന്നതൊഴിക്കാമോ ധർമ്മസുത എന്നവർകളും ചൊല്ലിനാർ. നാടും നഗരവും വീടും ഉപേക്ഷിച്ചു കാടകം പൂവാൻ ജടാവൽക്കലം പൂണ്ടുകൂടവേ പോയിതു ധൗമ്യൻ അവരോടു ഗൂഢസ്മിതനായി ചമഞ്ഞു സുയോധനൻ. ബ്രാഹ്മണരും അനുജന്മാരും ഭാര്യയും ധാർമ്മികനാകിയ ധർമ്മതനയനും പോകുന്നതു കണ്ടു സാധുജനങ്ങളും വേഗം മനസ്സോടു കണ്ണുനീരും വർത്തു തങ്ങളിൽ നോക്കാതെ മിണ്ടാതെ തിങ്ങനെ വേദന പൊങ്ങിയെല്ലാവരും. നിൽക്കുന്ന നേരത്തു സദ്ഗതിയുണ്ടാവാൻ പൊക്കാരടവിയിൽ പാണ്ഡവരും അന്നേ. ശ്രീഹരേ നമ. ഇത് ശ്രീ മഹാഭാരതേ സഭാപർവം സമാപ്തം. അങ്ങനെ പറഞ്ഞു. ഓരോരാളെ കൊല്ലുന്നെല്ലാം പാഞ്ചാലി ശപിച്ചു. അപ്പോൾ ധൃതരാഷ്ട്രോട് പോയിട്ട് പറഞ്ഞു, ദ്രോണരും വിതുരരും ഭീഷ്മരും അല്ലതാ ഇപ്പോൾ എന്തെങ്കിലും വേഗം ഇതിനൊരു പ്രതിവിധി കണ്ടിട്ടില്ലെങ്കിൽ നിന്റെ മക്കളെല്ലാം മുടിഞ്ഞു പോവേ എന്ന് പറഞ്ഞു. ആ തലമുടി പിടിച്ചു വലിച്ചിട്ടാണ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് ഈ സഭയിലിട്ടിട്ട് ഓൻ ചേലയും പിടിച്ച് അയക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ കണ്ണാണൂലല്ലോ. അതുകൊണ്ട് വേഗം എന്തെങ്കിലും പറഞ്ഞിട്ട് ഓനെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. നേരോ ഒന്നും മോനെ പറയുന്നില്ല. പാഞ്ചാലിയോട് പറഞ്ഞു, എന്തെന്ന് വേണ്ടത്, വരം ഞാൻ തരാം. നേരം പറഞ്ഞു, എൻ്റെ ഭർത്താക്കന്മാരെ ദാസ്യം ഒഴിക്കണം, പിന്നെ എൻ്റെ
വൃത്യപ്രവൃത്തിയും ഇല്ലാതാക്കണം എന്ന്. അതാന്നല്ലോ ഒരു പതിവ്രതയായ സ്ത്രീ പറയലേ. ഒന്നും ഇന്ന് തൊട്ടിട്ട് അതില്ല, നീ സ്വതന്ത്രയായി നിങ്ങളെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും കൂടി ഇന്ദ്രപ്രസ്ഥത്തിന് പോവാൻ ഭാവിക്കുമ്പോൾ വിളിച്ചു ഇവൻ പറഞ്ഞു, അച്ഛാ ഇനി അവർ വലിയ ആൾക്കാരായിട്ട് വരും, അതിനു മുമ്പേ എന്തെങ്കിലും ഒന്നും കൂടി ചെയ്യണം, ഒരിക്കലും കൂടി ചൂത് പോരാൻ വിളിക്കാം. നേരം പറഞ്ഞു, ഒരിക്കലും കൂടി പിന്നെ ചൂത് കളിക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ തോറ്റവർ ഒന്നും പണയം വെക്കാനില്ലല്ലോ ഇനി അവർക്ക്. പിന്നെ എന്ത് ചെയ്യേണ്ടത്, കാട്ടിൽ പോകണം, വനവാസത്തിന് പോകണം. 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും. അജ്ഞാതവാസ കാലത്ത് കണ്ടുപിടിച്ച് മനസ്സിലായെങ്കിൽ വീണ്ടും 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും. 26 കൊല്ലമായില്ലേ, പോരെ നിന്നുകൊണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവർ എല്ലാം പിന്നെ നല്ല രാജകീയ വസ്ത്രമെല്ലാം അഴിച്ചു വെച്ച് പിന്നെ മരവുരിയും ധരിച്ചിട്ട്, അമ്മേനെ കൂട്ടിയിട്ടില്ല, അമ്മക്ക് വയസ്സായില്ലേ, പാഞ്ചാലിനും കൂട്ടിയിട്ട് ഇങ്ങനെ പോയി, കാട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അതോടും നമുക്ക് പിന്നെ സഭാപർവം കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരണ്യപർവം. ആരണ്യം എന്ന് പറഞ്ഞാൽ കാടല്ലേ, കാട്ടിലേക്ക് പാണ്ഡവന്മാർ പോയതാണ് നമുക്ക് നാളെ തൊട്ട് പാരായണം ചെയ്യാനും അനുസ്മരിക്കാനും ഒക്കെ ഉള്ളത്. അത് പിന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കുമായിരിക്കും എന്ന് വിചാരിച്ച് എല്ലാം ഇന്നും ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദപത്മത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി.